ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കട്ടി. മനസ്സിന് ഭയം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ദൈവത്തെ ഇറുക്കി പിടിക്കാൻ പറ്റൂ. നമുക്ക് ഭയം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് ഭഗവാനെ നന്നായിട്ട് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. കാരണം എന്തു തൊട്ടാലും ഏത് തൊട്ടാലും എന്തിനും നമ്മൾക്ക് ഭയമാണ്. ഭഗവാൻ ഇഷ്ടപ്പെടുമോ, ഭഗവാൻ ഇഷ്ടപ്പെടില്ലേ, ഭഗവാൻ അങ്ങനെ ശിക്ഷിക്കുമോ, ഭഗവാൻ ഇങ്ങനെ ശിക്ഷിക്കുമോ, ഭഗവാന് പ്രത്യേകം എന്തെങ്കിലും കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഭഗവാൻ നമ്മളെ ഭയപ്പെടുത്താനിരിക്കുന്നതല്ല, എല്ലാ ആൾക്കാരെ രക്ഷിക്കാനിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റണമെങ്കിൽ ഭഗവാനെ പിടിച്ചാലേ കഴിയൂ എന്നുള്ളൊരു ചിന്ത 90% ആൾക്കാർക്കും ഇല്ല. സ്വന്തം കാര്യങ്ങൾ അല്പ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രം ഏതോ ഒരു ഉപകരണം, ഏതോ ഒരു കാര്യം എന്ന് മാത്രമാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അങ്ങനത്തെ ചിന്ത വളരെ മോശമാണ്. ആ ചിന്തയിലൂടെ പോവരുത്. ഈശ്വരൻ എന്നത് വൻ ശക്തിയാണ്. ആ ശക്തിയെ തൊട്ട് കളിക്കാനും പാടില്ല, അതുപോലെ തന്നെ അവഗണിക്കാനും പാടില്ല, വിളിക്കാതിരിക്കാനും പാടില്ല. നമ്മൾ എത്രത്തോളം ഭഗവാനായിട്ട് അടുക്കുന്നുവോ, നമ്മൾ എത്രത്തോളം ഈശ്വരനായിട്ട് അടുക്കുന്നുവോ, നമ്മൾ എത്രത്തോളം ദൈവമായിട്ട് അടുക്കുന്നുവോ അത്രയും ഫലം നമ്മൾക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് മനസ്സിലാക്കാൻ ആർക്കും കഴിയും. അതിന് പ്രത്യേക ഡിഗ്രികളോ അല്ലെങ്കിൽ പ്രത്യേക ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട. ഒന്ന് മാത്രം ഉള്ളു തുറക്കാനുള്ള ആ വാതിൽ നമ്മൾ ഒരിക്കലും അടയ്ക്കാൻ പാടില്ല. ആ വാതിൽ നമ്മൾ തുറന്ന് തന്നെ ഇടണം. നമ്മുടെ വാതിൽ തുറന്നു കൊടുത്താൽ മാത്രമേ വീട്ടിൽ ഒരാൾക്ക് കയറി വരാൻ കഴിയൂ എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോഴാണ് ഭഗവാന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ കഴിയുന്നത്. മനസ്സിൽ കയറി വന്ന് ഭഗവാൻ അവിടെ കുടികൊണ്ടിരുന്നാൽ അമ്പലത്തിലിരിക്കുന്ന ശക്തിക്ക് എത്ര ശക്തിയുണ്ടോ അതിനേക്കാളും കൂടുക തന്നെ ചെയ്യും, കുറയില്ല. നമ്മുടെ ഉള്ളു ഭഗവാനാണ് കൊടുക്കേണ്ടത്, നമ്മളുടെ മനസ്സ് ഭഗവാന് കൊടുക്കണം. അതിന് നമ്മൾ കാണിക്കേണ്ടത് ധൈര്യമാണ്, ഭയമല്ല. നമ്മൾ ഭയന്ന് പിന്നോട്ട് പോകും തോറും നമ്മൾക്ക് ബുദ്ധിമുട്ടും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭഗവാനോട് അടുക്കും തോറും നമ്മളുടെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കും. ഭഗവാനെ ഭയപ്പെടാതെ ഭഗവാനിൽ നിന്നും കിട്ടാനുള്ളത് നേടാനുള്ള ഇതും നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം. അത് ആർക്കും കഴിയുന്ന കാര്യമാണ്, കഴിയാത്ത കാര്യമല്ല. ഒരാൾക്ക് കിട്ടിയാൽ വേറൊരാൾക്ക് കിട്ടില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മൾക്കും കിട്ടും, മറ്റുള്ളവർക്കും കിട്ടും. ഏത് മനുഷ്യർക്കും കിട്ടാനും ഏത് ജീവികൾക്ക് കിട്ടാനും സാധിക്കും. അതുപോലെ പ്രപഞ്ചശക്തി മുഴുവനും ഭഗവാനിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാരണം ജീവജാലങ്ങൾക്കും ഭഗവാന്റെ സാന്നിധ്യം നന്നായിട്ടറിയാം. അവർക്കും നല്ല രീതിയിൽ ഭഗവാനോട് സംസാരിക്കാറുണ്ട്. ഭഗവാനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഉറവിടവും ആദ്യവും അന്ത്യവും ഭഗവാൻ തന്നെയാണ്. ആദ്യവും ഭഗവാൻ തന്നെയാണ്, അവസാനവും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ ഇടയിലുള്ള കാലം നമ്മൾ എന്തിനാണ് ഭഗവാനെ അവഗണിക്കുന്നത്? അവഗണനയിലൂടെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ സന്തോഷങ്ങളും നമ്മളുടെ സുഖങ്ങളും നമ്മൾക്ക് വേണം എന്നുള്ള കാര്യങ്ങളുമാണ്. അത് ഒരു കാരണവശാലും നമ്മൾ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. നമ്മളുടെ കൂട്ടുകെട്ടുകൾ നല്ലത് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്കതെല്ലാം നമ്മളുടെ ഒരല്പം വീഴ്ചകൾ വന്നാലും ആ കൂട്ടുകെട്ടുകൾ നല്ല കൂട്ടുകെട്ടാണെങ്കിൽ ആ വീഴ്ചയിൽ നിന്നും നമ്മളെ കയറ്റുകയും ചെയ്യും, ഭഗവാനോട് ചേർക്കുകയും ചെയ്യും. ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ആ ബോധമാണ് നമ്മൾക്ക് ഏറ്റവും വേണ്ടത്. ആരും അത് അവഗണിച്ച് മുന്നോട്ട് പോയാൽ ഭാഗ്യം കിട്ടില്ല, ഫലം കിട്ടില്ല, സന്തോഷമുള്ളൊരു ജീവിതവും കിട്ടില്ല. അത് ഉറപ്പാണ്, ആരുടെ കാര്യത്തിലും ഉറപ്പാണ്. അത് ഒരാളുടേതാണ് വേറൊരാളുടേതാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റി ദൈവം എന്ന ശക്തി, ഈശ്വരൻ എന്ന വൻ ശക്തി, അതിനെ നമ്മൾ മുറുകെ തന്നെ പിടിക്കണം, ഉള്ളിൽ തന്നെ എടുക്കണം. ഒരു ജാതി, മനുഷ്യനെന്ന ജാതിയും ദൈവമെന്ന സത്യവും അതാണ് നിലനിൽക്കുന്നത്. അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ ഏറ്റെടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.